ചിന്തകൾക്ക് തുടക്കം കുറിക്കാം. വേദപുസ്തകത്തിനകത്ത് ഉറക്കുക എന്ന വാക്ക്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിനകത്ത് ഒരു ഉപദേശമായി തന്നിരിക്കുന്ന പല വാക്യങ്ങളുണ്ട്. ഉപദേശമായി തന്നിരിക്കുന്ന പുസ്തകത്തിനകത്ത് ഉറക്കുക എന്ന വാക്ക്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിനകത്ത് ഒരു ഉപദേശമായി തന്നിരിക്കുന്ന പല വാക്യങ്ങളുണ്ട്. ഉപദേശമായി തന്നിരിക്കുന്ന പല വാക്യങ്ങൾ. അപ്പോൾ തന്നെ പഴയ നിയമത്തിനകത്ത് മുന്നറിയിപ്പ് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം, ഒരു തരം ആടുന്ന രീതിയിൽ ജീവിക്കരുത്. ആ വാക്യം സങ്കീർത്തനത്തിനകത്താണ്. 62-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. 62-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ എന്നെഴുതിയിരിക്കുക വാക്ക്. അപ്പൊ ആത്മീക ജീവിതത്തിനകത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ, വിശ്വാസ ജീവിതത്തിനകത്തേക്ക് കാലുവെക്കുന്ന ആളുകൾ, അവരോർത്തോളണം, അവര് എവിടെയെങ്കിലും ഉറക്കുക എന്നുള്ളതല്ല, ദൈവത്തിന്റെ കൃപയിൽ ഉറയ്ക്കണം, ദൈവത്തിന്റെ വചനത്തിൽ ഉറയ്ക്കണം, ദൈവത്തിന്റെ സഭയിൽ ഉറയ്ക്കണം, ദൈവിക ഉപദേശത്തിൽ ഉറയ്ക്കണം, കർത്താവ് പറഞ്ഞ വിഷയത്തിൽ ഉറയ്ക്കണം. ആ കാര്യത്തിനകത്ത് ആടരുത്, അതിനകത്ത് ചായരുത്. ദൈവം എന്നെ വിളിച്ചു, കർത്താവിനെ സേവിപ്പാൻ എന്നെ വിളിച്ചു, ദൈവത്തെ ആരാധിപ്പാൻ എന്നെ വിളിച്ചു, ഈ കാര്യത്തിന് ഇനി സംശയമില്ല എന്ന ഉറപ്പോടെ ദൈവത്തിന്റെ കൃപയിൽ ഉറയ്ക്കണമെന്നുള്ളത് ബൈബിൾ നമുക്ക് തരുന്ന വലിയൊരു ഉപദേശമാണ്. പുതിയ നിയമത്തിന്റെ